എല്ലാവർക്കും പഠിപ്പുര മാത്സ് ട്യൂഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് സമാന്തര വരകൾ എന്ന പാഠഭാഗത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ്. ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണ് പരപ്പളവ്? എന്നാ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം വരച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? ചിത്രത്തിൽ ഒരു ത്രികോണം, ഒരു വലിയ ത്രികോണം വരച്ചിട്ടുണ്ടല്ലേ. ആ വലിയ ത്രികോണത്തിൻ്റെ ഓരോ വശത്തിൻ്റെയും മധ്യബിന്ദുക്കൾ എടുത്തിട്ട് അല്ലേ, ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത്, അതേപോലെ ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത്, ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത്. അപ്പോൾ ഈ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചിട്ട് വേറൊരു ത്രികോണം വരച്ചിരിക്കുന്നു. വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അല്ലേ, ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണ് അല്ലേ? ഈ ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്ര മടങ്ങാണ് ഈ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്? അതുപോലെ തന്നെ എന്തും കണ്ടുപിടിക്കണം, പരപ്പളവോ അല്ലേ. ഇതേപോലെ തന്നെ ഈ ചെറിയ ത്രികോണത്തിൻ്റെ എത്ര മടങ്ങാണ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്? അപ്പോൾ രണ്ടും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നോക്കിയാൽ നമുക്ക് ചിത്രം തന്നിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇതിന് പേര് നൽകാം അല്ലേ. പേരെടുത്താലോ? ഈ വശത്തിന് എ എന്ന് കൊടുത്തു, ഈ വശത്തിന് ബി എന്ന് കൊടുത്തു, ഈ വശത്തിന് സി എന്ന് കൊടുത്തു. അപ്പോൾ ഓരോ വശത്തിനും നമ്മൾ എന്ത് ചെയ്തു, പേരുകൾ നൽകി. ഇനി നോക്കിയേ, ഈ വശത്തിൻ്റെ മധ്യബിന്ദുവാണ് അല്ലേ. നോക്കിയേ, മധ്യബിന്ദുവാണ് ഇത്. അതേപോലെ ഈ ബി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത്. അതേപോലെ തന്നെ ഈ സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഇത് അല്ലേ. അപ്പോൾ ഈ വശം എന്ന് പറയുന്നത് ഏതിന് സമാന്തരമാണ്? ഈ ബി എന്ന വശത്തിന് സമാന്തരമാണ് അല്ലേ. ഈ ഏതാ പൊതുവെ പറഞ്ഞ എ സി എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ്? ബി എന്ന വശത്തിന് സമാന്തരമാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഈ ബി എ എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ് അല്ലേ? ഈ വലിയ ത്രികോണത്തിൻ്റെ സി എന്ന വശത്തിന് സമാന്തരമാണ്. അതേപോലെയോ ഈ ബി സി എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ്? ഈ എ എന്ന വശത്തിന് സമാന്തരവുമാണ്, ഈ എ എന്ന വശത്തിൻ്റെ പകുതിയുമാണ് അല്ലേ. എ സി എന്ന് പറയുന്ന വശം ബിക്ക് സമാന്തരമാണ് അല്ലേ. എ സി എന്ന് പറഞ്ഞ വശം ഈ ചെറിയ ത്രികോണത്തിൻ്റെ എ സി എന്ന് പറഞ്ഞ വശം ഈ ബി എന്ന വശത്തിന് സമാന്തരമാണ്. അതുപോലെ തന്നെ അല്ലേ, ഈ ഇവിടുന്ന് എ സി ഈ മധ്യബിന്ദുവിൽ നിന്ന് ഈ മധ്യബിന്ദുവിലേക്കുള്ള ദൂരവും അതേപോലെ തന്നെ അല്ലേ ഈ ഇവിടെ നിന്നുള്ള ഇവിടേക്കുള്ള ദൂരവും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് പറയാം, ഈ ബി എന്ന വശത്തിൻ്റെ പകുതിയാണ് എന്തെന്ന്? എ സി. മനസ്സിലായില്ലേ? ബി എന്ന വശത്തിൻ്റെ പകുതിയാണ് എ സി. അതേപോലെ തന്നെ ബി എന്ന വശത്തിന് സമാന്തരവുമാണ് ഏത്? എ സി. മനസ്സിലായോ? അതേപോലെ നോക്കിയേ, ഈ എ എന്ന വശത്തിന് അല്ലേ, എ എന്ന വശത്തിന് സമാന്തരമാണ് ബി സി എന്ന വശം അല്ലേ. അതുപോലെ തന്നെ ഈ എ എന്ന വശത്തിൻ്റെ പകുതിയാണ് ഏത്? ഈ ബി സി എന്ന വശം. മനസ്സിലായോ? അതേപോലെ നോക്കിയേ, ഇനി ഏതാ പറയാനുള്ളത്? ബി എ അല്ലേ. ബി എ എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ്? ഈ സി എന്ന് പറഞ്ഞ വശത്തിന് സമാന്തരമാണ്. അതേപോലെ തന്നെ ഈ സി എന്ന വശത്തിൻ്റെ പകുതിയാണ് ഏത്? ഈ ബി എ എന്ന് പറഞ്ഞ വശം. മനസ്സിലായോ? അപ്പം നമുക്ക് ഈ വശം എങ്ങനെ എടുക്കാം? ഈ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ എങ്ങനെ എടുക്കാം? നോക്കിയേ, ഈ ബി എ എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ്? സി എന്ന വശത്തിന് സമാന്തരമല്ലേ. അതെ, അതുപോലെ തന്നെ സി എന്ന വശത്തിൻ്റെ പകുതിയുമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ? c/2. മനസ്സിലായോ? ഇനി നോക്കിയേ, ഈ എ എന്ന വശത്തിന് സമാന്തരമാണ് ഈ ബി സി എന്ന വശം അല്ലേ. അതേപോലെ തന്നെ എ എന്ന വശത്തിൻ്റെ പകുതിയുമാണ് എന്തെന്ന്? ഈ ബി സിയുടെ നീളം. അപ്പോൾ ഇതെന്തായിട്ട് എടുക്കാം? ഇവിടെ a/2 ആണ്, ഇവിടെ എന്ത് വരും? b/2. മനസ്സിലായില്ലേ? ഈ എ എന്ന വശത്തിന് സമാന്തരമാണ് ബി സി. അപ്പോൾ ഈ എയുടെ പകുതിയല്ലേ, അപ്പോൾ a/2 എന്ന് വരും. ഇതെന്ത് വരും? b/2. അപ്പം നമുക്ക് എന്ത് കിട്ടി അല്ലേ? ഈ ചെറിയ ത്രികോണത്തിൻ്റെ വശങ്ങൾ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ചുറ്റളവ് അല്ലേ. ചുറ്റളവ് അല്ലെങ്കിൽ എന്താ പറയുക? പെരിമീറ്റർ ഓഫ് എന്ത് എഴുതാം? പെരിമീറ്റർ ഓഫ് ലാർജ് ട്രയാങ്കിൾ. അല്ലെങ്കിൽ എന്ത് എഴുതാം? വലിയ ത്രികോണത്തിൻ്റെ എന്താ? ചുറ്റളവ്. വലിയ ത്രികോണത്തിൻ്റെ
ചുറ്റളവ്. നമുക്കറിയാം ചുറ്റളവ് കാണേണ്ട ഇക്വേഷൻ എന്താ അല്ലേ? 3 സൈഡുകൾ തമ്മിൽ കൂട്ടിയതാണ് ചുറ്റളവ്. അപ്പം എങ്ങനെ വരും? a പ്ലസ് ബി പ്ലസ് സി അല്ലേ? ഇനി എന്തായിരുന്നത്? ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അല്ലേ, അല്ലെങ്കിൽ പെരിമീറ്റർ ഓഫ് സ്മോൾ ട്രയാങ്കിൾ. ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അല്ലേ? എന്ത് കിട്ടും നോക്കിയേ? a/2 b/2 c/2 അല്ലേ? അതിൻ്റെ സം ഇല്ലെങ്കിൽ അതിൻ്റെ തുക a/2 കൂട്ടണം b/2 കൂട്ടണം c/2 എന്ത് കിട്ടും? a പ്ലസ് ബി പ്ലസ് c/2. രണ്ടു വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ അത് മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയും പിന്നെന്തുമായിരിക്കും? സമാന്തരവുമായിരിക്കും. മനസ്സിലായില്ലേ? നമ്മൾ പഠിച്ചതാണ് എന്താണ്? രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചാൽ അത് മൂന്നാമത്തെ വശത്തിൻ്റെ പകുതിയും പിന്നെന്തുമായിരിക്കും അല്ലേ? സമാന്തരവും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇവിടെ അല്ലേ? എന്ത് പറയാം? വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് ചെറിയ ത്രികോണത്തിൻ്റെ ഇരട്ടിയാണ്. ചെറിയ ത്രികോണത്തിൻ്റെ എന്തിൻ്റെയാ? ചുറ്റളവിൻ്റെ ഇരട്ടിയാണല്ലേ? ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇരട്ടിയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? 2 മടങ്ങാണെന്നും പറയാം. ഇരട്ടിയാണെന്നും പറയുന്നില്ലെങ്കിൽ എന്ത് പറയാം? 2 മടങ്ങാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? നമുക്കറിയാം വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താ? a പ്ലസ് ബി പ്ലസ് സി ആണല്ലേ? അപ്പോൾ നമുക്ക് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്താ കിട്ടിയത്? ഈ വലിയ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളുടെയും പകുതിയാണ് അല്ലേ? എല്ലാ വശങ്ങളുടെ പകുതിയാണ് ഈ ചെറിയ ത്രികോണത്തിൻ്റെ വശം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും? a പ്ലസ് ബി പ്ലസ് c/2 അല്ലേ? നോക്കിയേ, അപ്പോൾ വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതിയാണ് ഏതാ? ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ്. അപ്പം നമുക്ക് അതിനെങ്ങനെ പറയാം? വലിയ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ എത്രയാണ്? ഇരട്ടിയാണ്. അല്ലെങ്കിൽ എന്ത് പറയാം? 2 മടങ്ങാന്ന് പറയാം. മനസ്സിലായില്ലേ? ക്വസ്റ്റ്യൻ എന്താ? പരപ്പളവ് കണ്ടുപിടിക്കാൻ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? പരപ്പളവ് കണ്ടുപിടിക്കാൻ. അപ്പം നോക്കിയേ, നമുക്ക് എന്ത് പറയാം? ഇവിടെ എത്ര ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട് അല്ലേ? 4 ത്രികോണങ്ങളാക്കിയിട്ടുണ്ട്. 1 2 3 4 അല്ലേ? ഈ വലിയ ത്രികോണത്തിന് എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 4 ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഈ ചെറിയ ത്രികോണം അല്ലേ? അപ്പോൾ എന്ത് പറയാം നമുക്ക്? വലിയ ത്രികോണത്തിൻ്റെ അല്ലേ? എന്ത് പറയാം? വലിയ ത്രികോണത്തിൻ്റെ 4ൽ 1 ഭാഗമാണ് അല്ലേ? വലിയ ത്രികോണത്തിൻ്റെ 4ൽ 1 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ എന്താ? അല്ലെങ്കിൽ വലിയ ത്രികോണത്തിൻ്റെ 4ൽ 1 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ എന്തെന്ന്? ചെറിയ ത്രികോണത്തിൻ്റെ ഏരിയ അല്ലെങ്കിൽ എന്ത് പറയാം? പരപ്പളവ്. മനസ്സിലായില്ലേ? എന്ത് പറയാം? വലിയ ത്രികോണത്തിൻ്റെ അല്ലേ? വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ അങ്ങനെ എഴുതാം. വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4ൽ 1 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്. മനസ്സിലായില്ലേ? എന്താ പറഞ്ഞത്? വലിയ ത്രികോണത്തിൻ്റെ അല്ലേ പരപ്പളവിൻ്റെ 4ൽ 1 ഭാഗമാണ് ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഈ ചിത്രങ്ങൾ നോക്കൂ അല്ലേ? ഇവിടെ 3 ചിത്രം തന്നിട്ടുണ്ട്. 3 ചിത്രം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ അല്ലേ? നോക്കിയേ, എന്നാ ക്വസ്റ്റ്യൻ? കടലാസിൽ വെട്ടിയെടുത്ത ഒരു ത്രികോണമാണ് അല്ലേ ആദ്യത്തെ ചിത്രം. ഇത് കടലാസ് കൊണ്ട് വെട്ടിയെടുത്തൊരു ത്രികോണമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? ആദ്യ ചിത്രത്തിൽ നിന്ന് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന നടുവിലെ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് രണ്ടാമത്തെ ചിത്രം അല്ലേ? ഈ ചിത്രത്തിൽ നിന്ന് അല്ലേ ഇതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടുന്ന ആ ചെറിയ ത്രികോണം വെട്ടിമാറ്റിയതാണ് എന്തെന്ന്? രണ്ടാമത്തെ ചിത്രം. ഇതിൽ നിന്ന് ഈ
മൂന്ന് വശങ്ങളിലെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ച് കിട്ടിയ ത്രികോണത്തെ എന്ത് ചെയ്തു? ആ പേപ്പറിൽ നിന്ന് മുറിച്ചെടുത്തു അല്ലേ? അങ്ങനെ ബാക്കിയുള്ള ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി നോക്കിയേ, അടുത്തെന്താ? ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് മൂന്നാമത്തെ ചിത്രം. കണ്ടോ? ഇതേപോലെ തന്നെ നോക്കേ, ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുവിൽ നിന്ന് അല്ലേ എന്ത് ചെയ്തു? ഇതിൻ്റെ മധ്യബിന്ദുക്കൾ എടുത്ത് എന്ത് ചെയ്തു? വെട്ടിമാറ്റിയതാണ് ഈ ത്രികോണം. അതേപോലെ തന്നെ ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ വെട്ടിമാറ്റിയെടുത്തതാണ് ഈ ത്രികോണം. അതേപോലെ തന്നെ ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ ഉപയോഗിച്ച് വെട്ടിമാറ്റിയ ത്രികോണമാണ് ഇത്, ഈ ത്രികോണം. മനസ്സിലായില്ലേ? എന്നാ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ് ആദ്യത്തെ ചിത്രത്തിലെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ്? അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ്, രണ്ടാമത്തെ ചിത്രം എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? അല്ലേ? ഈ ചിത്രത്തിൻ്റെ കടലാസിൻ്റെ പരപ്പളവ് ആദ്യത്തെ ചിത്രത്തിലെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് വെട്ടി മാറ്റിയ ത്രികോണമാണല്ലേ, ഈ ചിത്രത്തിൽ നിന്നാണ് ഇതിൻ്റെ മധ്യബിന്ദുക്കൾ ഉപയോഗിച്ച് വെട്ടി മാറ്റിയിട്ടെടുത്ത ബാക്കിയുള്ള ഭാഗമാണ് ഈ രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ എത്ര ഭാഗമാണ്, അല്ലെങ്കിൽ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ ഈ രണ്ടാമത്തെ ചിത്രമെന്ന് കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഈ ഒന്നാമത്തെ ചിത്രത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? നോക്കിയേ, ഇവിടെ ടോട്ടൽ എത്ര ത്രികോണം ഉണ്ട് നോക്കിയേ അല്ലേ? വെട്ടിമാറ്റി ടോട്ടൽ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? മധ്യബിന്ദു അല്ലേ, മധ്യബിന്ദു എടുത്തിട്ടാണ് ഭാഗമാക്കിയത്. അപ്പോൾ എത്ര ത്രികോണം കിട്ടി? 1, 2, 3, 4 അല്ലേ? ടോട്ടൽ എത്രയുണ്ട്? 4 ത്രികോണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഒരെണ്ണം വെട്ടിമാറ്റി അല്ലേ? ഈ മധ്യബിന്ദു എന്ന് പറഞ്ഞാൽ എടുത്ത ആ ത്രികോണം എന്ത് ചെയ്തു? ആ ചെറിയ ത്രികോണം എന്ത് ചെയ്തു? വെട്ടിമാറ്റിയെടുത്തു. ബാക്കി എന്തുണ്ട്? അവിടെ തന്നെയുണ്ട്. അപ്പോൾ എത്ര പോയത്? 4 അല്ലേ? 4 ഒരു ഭാഗമാണ് എന്ത് ചെയ്തു? വെട്ടിമാറ്റിയത് അല്ലേ? ബാക്കി എത്രയുണ്ട്? 1, 2, 3. അപ്പോൾ ബാക്കിയുള്ളതാണ് എന്തെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ് അല്ലേ? ഈ ചിത്രത്തിലെ പരപ്പളവ്, ഈ ചിത്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൽ നിന്നൊരു ത്രികോണം വെട്ടിമാറ്റിയ ചിത്രമാണ് ഇവിടെയുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ചിത്രമാണെന്നില്ലെങ്കിൽ ബാക്കിയുള്ള കടലാസിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ എത്രയായിരിക്കും എന്ന് പറഞ്ഞേ അല്ലേ? ടോട്ടൽ എത്ര ഭാഗങ്ങളാക്കിയിട്ടുണ്ട്? 4 ഭാഗങ്ങളുണ്ട്. ഈ 4 ഭാഗങ്ങളിൽ നിന്ന് 1 വെട്ടിയെടുത്ത് മാറ്റി ബാക്കി എത്രയേ ഉള്ളൂ? 3 എണ്ണം. 1, 2, 3. അപ്പം നമുക്ക് എന്ത് പറയാം? ഉത്തരം ആൻസറായിട്ട് എന്ത് പറയാം? 4 ൽ 3 ഭാഗം അല്ലേ? അപ്പം എന്താ പറയാം? ആദ്യത്തെ ചിത്രത്തിൻ്റെ അല്ലേ, ആദ്യത്തെ ചിത്രത്തിൻ്റെ പരപ്പളവിൻ്റെ അല്ലെങ്കിൽ ആദ്യത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗം? 4 ൽ 3 അല്ലേ, അല്ലെങ്കിൽ 3/4 ഭാഗമാണ് രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ എന്താ പറയാം? പരപ്പളവ്. രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ് അല്ലേ? എന്താ ഇപ്പം നമ്മൾ എഴുതിയത് അല്ലേ? 4 ൽ 3 ഭാഗമാണ് നമുക്ക് കിട്ടി അല്ലേ? ടോട്ടൽ ഈ ത്രികോണം എത്ര ഭാഗങ്ങളായിട്ടാണ് ഉണ്ടായത്? 4 ഭാഗങ്ങളാണ് ഉണ്ടായത്. അതിൽ നിന്നൊരു ഭാഗം നമ്മൾ എന്ത് ചെയ്തു? വെട്ടിയെടുത്ത് മാറ്റി. ബാക്കി എത്രയേ ഉള്ളൂ? 1, 2, 3. അപ്പം എന്ത് പറയാം നമുക്ക് അല്ലേ? 4 ൽ 3 ഭാഗം എന്ന് പറയാം. മനസ്സിലായില്ലേ? എന്താ പറയാ? ആദ്യത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ അല്ലേ? ആദ്യത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവിൻ്റെ 4 ൽ 3 ഭാഗമാണ് അല്ലേ? 4 ടോട്ടൽ എത്ര ത്രികോണം ഉണ്ടൊക്കെ? 1, 2, 3, 4. 4 ൽ 3 ഭാഗമാണ് അല്ലേ രണ്ടാമത്തെ ചിത്രത്തിലെ കടലാസിൻ്റെ പരപ്പളവ്. മനസ്സിലായില്ലേ? എന്താ അടുത്ത ക്വസ്റ്റ്യൻ? എന്താ
ഇതിലെ 3 ത്രികോണങ്ങളിൽ നിന്നും ഇതുപോലെ നടുവിലെ ത്രികോണം വെട്ടിമാറ്റിയതാണ് മൂന്നാമത്തെ ചിത്രം അല്ലേ. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ നിന്ന് അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എത്ര ഭാഗമുണ്ട്? 3 ഭാഗം അല്ലേ. ഈ 3 ഭാഗങ്ങളിൽ നിന്നും ഈ 3 ത്രികോണത്തിൻ്റെ അല്ലേ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടിയ ആ ത്രികോണത്തിന് എന്ത് ചെയ്തു? വെട്ടിമാറ്റി. നോക്കിയേ, ഈ ത്രികോണത്തിൽ നിന്ന് വെട്ടിമാറ്റിയതാണ് ഈ ത്രികോണം. കണ്ടോ, ഇതിൻ്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് കിട്ടിയ ത്രികോണത്തിന് എന്ത് ചെയ്തു? വെട്ടിമാറ്റി. അതേപോലെ തന്നെ ഈ ത്രികോണത്തിൽ നിന്ന് വെട്ടിമാറ്റിയ ത്രികോണമാണ് ഇത്. മനസ്സിലായില്ലേ? അതേപോലെ ഈ ത്രികോണത്തിൽ നിന്ന് വെട്ടിമാറ്റിയ ത്രികോണമാണ് ഇത്. ഏരിയ പറയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഭാഗങ്ങളാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ഭാഗങ്ങളും എന്തായിരിക്കണം? തുല്യമായിരിക്കണം അല്ലേ. നമുക്ക് കൃത്യമായി ഭാഗങ്ങൾ പറയുമ്പോൾ എന്തായിരിക്കണം? എല്ലാ വശങ്ങളും ഇല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും തുല്യമായിരിക്കണം. ഇവിടെ നോക്കിയേ, ഇതും 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 തുല്യമാണ്, പക്ഷെ എന്തല്ല, ഇത് തുല്യമല്ല. അപ്പം നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഈ ത്രികോണത്തിൻ്റെ മധ്യബിന്ദുക്കൾ എന്ത് ചെയ്യാം? യോജിപ്പിച്ച് വേറൊരു ത്രികോണം ഇവിടെ നമുക്ക് വരക്കാം. ശ്രദ്ധിച്ചോ, ഇതിൻ്റെ മധ്യബിന്ദുക്കൾ എന്ത് ചെയ്തു? യോജിപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? കണ്ടോ, ഇവിടെ വേറൊരു ത്രികോണം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കൂട്ടി വരക്കുന്നുണ്ട്. അതെന്തിനാ? നമുക്ക് ഈക്വൽ ഭാഗങ്ങളാക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? ഇത് വലിയൊരു ത്രികോണമായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃത്യമായിട്ട് ഏരിയ പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഈക്വൽ ഭാഗങ്ങളാക്കി. ഇനി ഈസിയായി കണ്ടുപിടിച്ചൂടെ? ഈ വലിയ ത്രികോണം ഇല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇതെന്ന് നമുക്ക് പറയാൻ പറ്റും. നോക്കിയേ, ഇനി മുറിക്കാത്ത ഭാഗങ്ങൾ എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. ടോട്ടൽ എത്ര ത്രികോണം ഉണ്ട് നോക്കിയാ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 അല്ലേ. ഈ മൊത്തം ത്രികോണം എത്രയുണ്ട്? ടോട്ടല് 16 ചെറിയ ത്രികോണങ്ങളുണ്ട്. അതിലെത്രയാണ് ഇനി വെട്ടി മാറ്റാത്തത് അല്ലേ? വെട്ടി മാറ്റിയത് എത്രയാ? 1, 2, 3, 4, 5, 6, 7 വെട്ടി മാറ്റിയത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെട്ടി മാറ്റാത്ത കടലാസിൻ്റെ അല്ലേ, വെട്ടി മാറ്റാത്ത കടലാസിൻ്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എത്ര ത്രികോണമാണ് ഉള്ളത് അല്ലേ? 16 ത്രികോണമുണ്ട്. ഈ 16 ത്രികോണത്തിൽ എത്ര എണ്ണം വെട്ടിമാറ്റി? 7 എണ്ണം വെട്ടിമാറ്റി. ബാക്കി എത്ര ഉണ്ട്? 9 എണ്ണം ബാക്കിയുണ്ട് അല്ലേ. അപ്പം എന്ത് പറയാം? ആദ്യത്തെ അല്ലേ, ആദ്യത്തെ ചിത്രത്തിൻ്റെ പരപ്പളവിൻ്റെ 16ൽ 9 ഭാഗമാണ് ഇത് മൂന്നാമത്തെ ചിത്രം. മനസ്സിലായില്ലേ? അപ്പം എന്ത് പറയാം? ആദ്യത്തെ എന്ത് പറയാം? 16ൽ 9 ഭാഗം അല്ലേ. അപ്പം എന്ത് എഴുതാം? ആദ്യത്തെ ചിത്രത്തിൻ്റെ 16ൽ 9 ഭാഗമാണ് അല്ലെങ്കിൽ 16ൽ 9 ഭാഗമാണ് ഏതാ? മൂന്നാമത്തെ ചിത്രത്തിൻ്റെ കടലാസിൻ്റെ പരപ്പളവ്. മനസ്സിലായില്ലേ? മൂന്നാമത്തെ ചിത്രത്തിൻ്റെ കടലാസിൻ്റെ പരപ്പളവ് അല്ലേ. ഇനി മുറിക്കാൻ ബാക്കിയുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ. മുറിച്ച് മാറ്റി എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7 അല്ലേ. അപ്പോൾ നമ്മളോട് എന്താ ചോദിച്ചത്? ബാക്കിയുള്ള കടലാസിൻ്റെ പരപ്പളവ് അല്ലേ. ആദ്യത്തെ ചിത്രത്തിൻ്റെ എത്ര ഭാഗമാണ് ബാക്കിയുള്ള കടലാസിൻ്റെ പരപ്പളവ് എന്നാണ്. അപ്പോൾ എത്രയായിരിക്കും? 16ൽ 9 ഭാഗമായിരിക്കും അല്ലേ ബാക്കിയുള്ള കടലാസിൻ്റെ പരപ്പളവ്. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ ക്വസ്റ്റ്യൻ? ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജം ചതുരമാണെന്ന് തെളിയിക്കുക. ചതുരത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ്? അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് സബായിട്ട് തന്നിട്ടുള്ളത് അല്ലേ. എന്താ ക്വസ്റ്റ്യൻ? ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും വശങ്ങളുടെ മധ്യബിന്ദുക്കളും മൂലകളായി വരുന്ന ചതുർഭുജം വരച്ചിരിക്കുന്നു. കണ്ടോ, ഒരു മട്ടത്രികോണത്തിൻ്റെ മട്ടമൂലയും പിന്നെയോ വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അല്ലേ, മധ്യബിന്ദുക്കൾ എടുത്തിട്ട് എന്തായി? ഒരു ചതുർഭുജം വരച്ചിരിക്കുന്നു. ഈ ചതുർഭുജം ചതുരമാണെന്ന് തെളിയിക്കുക അല്ലേ. അപ്പം എന്താ തെളിയിക്കേണ്ടത്?
ഈ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്തെന്ന് തെളിയിക്കണം? ചതുരമാണെന്ന് തെളിയിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ മട്ടത്രികോണത്തിന് പേര് കൊടുക്കാം. എ ബി സി അല്ലേ? അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചതുരത്തിന് എന്ത് ചെയ്യാം? ചതുരമാണെന്ന് തെളിയിക്കണം അല്ലേ? അപ്പോൾ ഈ ചതുർഭുജത്തിന് എന്ത് ചെയ്യാം? ഇതിനും എന്ത് നമുക്കൊരു പേര് നൽകാം. ഈ എഫ് പേരെടുത്തു. ഇത് നോക്കിയേ, ഈ ബി എന്ന് പറയുന്നത് അല്ലേ, ബി എന്ന് പറയുന്നത് ബി സിയുടെ പകുതിയാണ്. എന്തുകൊണ്ടാണ് ബി സിയുടെ പകുതി എന്ന് പറയുന്നത്? ഈ അറിയുന്നത് ബി സിയുടെ മധ്യബിന്ദുവാണ് അല്ലേ? ഈ അറിയുന്നത് ബി സി എന്ന വശത്തിൻ്റെ മധ്യബിന്ദുവാണ് ഈ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്നത് എന്ത് പറയാം? ബി സിയുടെ പകുതിയാണെന്ന് പറയാം. നമുക്ക് എന്താ തെളിയിക്കേണ്ടത് അല്ലേ? ചതുരമാണെന്നാണ് തെളിയിക്കേണ്ടത്. ചതുരമാണെന്ന് തെളിയിക്കണമെന്ന് എന്ത് ചെയ്യണം? നമുക്കറിയാം ഏതൊക്കെ? ഡി എഫും ബിയും എന്താണ്? തുല്യമാണ്. എതിർവശങ്ങൾ തുല്യമായ ചതുർഭുജത്തെ നമ്മൾ എന്ത് പറയും? ചതുരം എന്ന് പറയും. അപ്പം നമുക്ക് എന്താ തെളിയിക്കേണ്ടത്? ഡി എഫും ബിയും തുല്യമാണെന്ന് തെളിയിക്കണം. അതുപോലെ തന്നെ ഡി ബിയും അല്ലേ എഫ് ഇയും എന്ത് ചെയ്യണം? തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പം നമുക്ക് ആദ്യം എന്ത് എഴുതാം? ബി ഇ അല്ലേ, ബി ഇ സമം 1/2 ബി സി അല്ലേ, 1/2 ബി സി എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ബി ഇ സമം 1/2 ബി സി ഇക്വേഷൻ 1 എന്ന് എടുത്തു. അതിൻ്റെ ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? എന്താ ബ്രാക്കറ്റിൽ എഴുതാം? ബി സിയുടെ മധ്യബിന്ദുവാണ്. ബി സിയുടെ മധ്യബിന്ദുവാണ് ഏത്? പറഞ്ഞേ ഏതാ? ഇ അല്ലേ? ബി സിയുടെ മധ്യബിന്ദുവാണ് ഇ. അതേപോലെ നോക്കിയേ, ബി എഴുതി എന്നെ ഏതാന്ന്? ഡി എഫ്. അപ്പം നോക്കാം, ഡി എഫ് എന്താ? ഡി എന്ന് പറയുന്നത് എ ബിയുടെ മധ്യബിന്ദുവും അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദുവുമാണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് പറയാം? ഡി എഫ് ഈസ് ഈക്വൽ ടു 1/2 ബി സി. ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുത്തു. ഇതെന്തുകൊണ്ടാണ് ഡി എഫ് ഈക്വൽ ടു 1/2 ബി സി എന്നെടുത്തത്? നമുക്ക് അറിയാം എന്തെന്നാ? വേണമെങ്കിൽ എഴുതിക്കോ. ഒരു ത്രികോണത്തിൻ്റെ അല്ലേ, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ അല്ലേ, രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ യോജിപ്പിക്കുന്ന അല്ലേ വരയുടെ നീളം മൂന്നാമത്തെ വരയുടെ നീളത്തിൻ്റെ അല്ലെങ്കിൽ മൂന്നാമത്തെ വശത്തിൻ്റെ അങ്ങനെയും പറയാം, മൂന്നാമത്തെ വരയുടെ നീളത്തിൻ്റെ പകുതിയാണ്. മനസ്സിലായില്ലേ? പകുതിയാണ്. അപ്പം എന്താ പറഞ്ഞത്? ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അല്ലേ, ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ. അപ്പോൾ ഇവിടെ ഡി വരും, ഇവിടെ എഫ് വരും. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ യോജിപ്പിച്ച് കിട്ടുന്ന വര മൂന്നാമത്തെ വശത്തിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും അല്ലേ? നമ്മൾ പഠിച്ച കാര്യം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഡി എഫ് ഈക്വൽ ടു 1/2 ബി സി. കൂടാതെ എന്തും കൂടെ പറയാം, അല്ലേ? ഡിയും എഫും എന്താണ്? മധ്യബിന്ദുക്കളാണ്. അപ്പം എന്താ പറയാം? എ ബിയുടെ മധ്യബിന്ദുവാണ് ഏത്? ഡി അല്ലേ? എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി. അതുപോലെ തന്നെ എന്ത് പറയാം? എ സിയുടെ മധ്യബിന്ദുവാണ് ഏത്? മധ്യബിന്ദുവാണ് എഫ്. അങ്ങനെയും പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഡി എഫ് ഈക്വൽ ടു 1/2 ബി സി. ഇനി എന്ത് ചെയ്യാം? ഇക്വേഷൻ അല്ലേ, ഇക്വേഷൻ 1 and 2, ഇക്വേഷൻ 1 and 2 നിന്നും ഇല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 and 2 എന്ത് എഴുതാം? നമുക്ക്
ബി ഈസ് ഈക്വൽ ടു ഡി എഫ്. എഴുതിക്കൂടെ? എഴുതാം. ബി എന്ന് പറഞ്ഞാൽ എന്താ? ആ ബി സിയുടെ പകുതിയാണ്. ഡി എഫ് തന്നെയാണ് ആ ബി സിയുടെ പകുതിയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ബി ഈക്വൽ ടു ഡി എഫ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഇനി അടുത്തത് നോക്കിയേ. അപ്പം നമ്മൾ ഇതും ഇതും എന്ത് ചെയ്തു? തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഏതാ തെളിയിക്കേണ്ടത്? ഈ ഡി ബി എന്ന് പറഞ്ഞ വശവും അല്ലെങ്കിൽ ബി ഡി എന്ന് പറഞ്ഞ വശവും ഇ എഫ് അല്ലെങ്കിൽ എഫ് ഇ എന്ന് പറഞ്ഞ വശവും എന്താണ്? തുല്യമാണെന്ന് തെളിയിക്കണം. ആദ്യം എന്ത് ചെയ്യാം? നോക്കിയേ. ഡി ബി അല്ലേ? ഡി ബി എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പകുതിയാണ്? അല്ലേ? ഈ എ ബി എന്ന് പറഞ്ഞ വശത്തിൻ്റെ പകുതിയാണ് ഡി ബി. എന്തുകൊണ്ടാ? എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി. എഴുതിക്കൂടെ? അപ്പോൾ ഡി ബി ഈസ് ഈക്വൽ ടു 1/2 ഓഫ് എന്ത് എഴുതാം? 1/2 ഓഫ് എ ബി അല്ലേ? 1/2 ഓഫ് എ ബി. ബ്രാക്കറ്റിൽ എന്ത് എഴുതാം? എന്ത് എഴുതാം? പറഞ്ഞേ അല്ലേ? ഡി എന്നേ എ ബിയുടെ മധ്യബിന്ദുവാണ്. എ ബിയുടെ മധ്യബിന്ദുവാണ് ഏത്? ഡി എന്ന് പറയുന്നത്. എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി. ഇനി ഇതിനെ എന്ത് ചെയ്യാം? ഇക്വേഷൻ 3 എടുക്കാം. മനസ്സിലായില്ലേ? അടുത്ത വശം ഏതാ? ഈ വശമല്ലേ? എഫ് ഇ. നോക്കിയേ. എഫ് ഇ ഇതും എന്ത് തന്നെയാണ്? എ ബിയുടെ പകുതിയാണ് അല്ലേ? എ ബിയുടെ പകുതി. എന്തുകൊണ്ടാണ് എ ബിയുടെ പകുതി വരുന്നത്? നോക്കിയേ. ഇ എന്ന് പറയുന്നത് ബി സിൻ്റെ മധ്യബിന്ദുവാണ്. അതേപോലെ തന്നെ എഫ് എന്ന് പറയുന്നത് എ സിയുടെ മധ്യബിന്ദുവാണ് അല്ലേ? നേരത്തെ കണ്ടീഷൻ പറയാം. എന്താ കണ്ടീഷൻ? ഒരു ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ മധ്യബിന്ദുക്കൾ അല്ലേ യോജിപ്പിക്കുന്ന വരയുടെ നീളം എന്ന് പറയുന്നത് 2 വശത്തിൻ്റെ മധ്യബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരയുടെ നീളം എന്ന് പറയുന്നത് മൂന്നാമത്തെ വശത്തിൻ്റെ അല്ലേ നീളത്തിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും. അപ്പം നമുക്ക് എന്താ എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? എഫ് ഈക്വൽ ടു 1/2 എ ബി അല്ലേ? അത് വേണമെങ്കിൽ ഈ കണ്ടീഷൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ എടുത്തെഴുതിയാൽ മതി. അതുപോലെ തന്നെ എന്തും കൂടെ എഴുതാം. എന്തെഴുതാം? അല്ലേ? എഫും ഇയും. എഫ് ഏതിൻ്റെ മധ്യബിന്ദുവാണ്? എ സിയുടെ. അപ്പം എന്ത് എഴുതാം? എ സിയുടെ മധ്യബിന്ദുവാണ്. എ സിയുടെ മധ്യബിന്ദുവാണ് ഏത്? എഫ് അല്ലേ? അതേപോലെ തന്നെ എന്ത് എഴുതാം? ബി സിയുടെ മധ്യബിന്ദുവാണ് ഏതാ? പറഞ്ഞേ. മധ്യബിന്ദുവാണ് ഇ അല്ലേ? എ സിയുടെ മധ്യബിന്ദുവാണ് എഫ്. അതുപോലെ തന്നെ ബി സിയുടെ മധ്യബിന്ദുവാണ് ഇ. അങ്ങനെയാണ് നമുക്ക് എന്ത് എഴുതാം? എഫ് ഈക്വൽ ടു 1/2 എ ബി. ഇക്വേഷൻ 4 എടുത്തു. മനസ്സിലായില്ലേ? ഇനി ഇവിടെ എന്ത് എഴുതാം? ഇക്വേഷൻ അല്ലേ 3 and 4 അല്ലെങ്കിൽ ഇക്വേഷൻ 3ഉം 4ൽ നിന്നും അല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 3 and 4 എന്ത് എഴുതാം? നോക്കിയേ. ഡി ബി ഈക്വൽ ടു 1/2 എ ബി. അതേപോലെ തന്നെ എഫ് ഈക്വൽ ടു 1/2 എ ബി. അപ്പോൾ രണ്ടും തുല്യമല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഡി ബി ഈക്വൽ ടു എഫ് ഇ. ഡി ബി ഈക്വൽ ടു എഫ് ഇ എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ വശവും തുല്യമാണെന്ന് കിട്ടി. അതുപോലെ തന്നെ ഈ വശവും എന്ത് ചെയ്തു? തുല്യമാണെന്ന് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അല്ലേ? തന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങൾ തുല്യമാണെന്ന് കണ്ടുപിടിച്ചു അല്ലേ? എതിർവശങ്ങൾ തുല്യമാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ബിയും ഡി എഫും തുല്യമാണ്. അതുപോലെ തന്നെ ഡി ബിയും എഫ് ഇയും തുല്യമാണ്. ഇനി എന്താ തെളിയിക്കേണ്ടത്? ഇതൊരു ചതുരമാണെന്ന് തെളിയിക്കണം. നമുക്കറിയാം ചതുരത്തിൻ്റെ കോണളവ് എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അതെ, 4 മൂലകളും എത്ര തന്നെയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ. ഇവിടുത്തെ ഒരു മൂലയിൽ തളവ് നമുക്കറിയാം എത്രയാ? 90 ഡിഗ്രി. എന്തുകൊണ്ടാണ്? ഇതൊരു മട്ടത്രികോണമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? കോൺ ബി ഈക്വൽ ടു എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 90 ഡിഗ്രി അല്ലേ?
എന്തുകൊണ്ടാ? ട്രയാങ്കിൾ എ ബി സി അല്ലേ? ത്രികോണം എ ബി സി എന്ന് പറഞ്ഞാൽ എന്ത് ട്രയാങ്കിളാ? റൈറ്റ് ട്രയാങ്കിൾ. ഇല്ലെങ്കിൽ ത്രികോണം എ ബി സി ഒരു മട്ടത്രികോണമാണ്. എന്ത് ത്രികോണം? മട്ടത്രികോണം. മട്ടത്രികോണമാണ്. അതുകൊണ്ട് കോൺ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇനി നോക്കിയേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് തെളിയിക്കണം? ഈ കോണും 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം അല്ലേ? അത് ഈസിയാണ്. എന്തുകൊണ്ടാ? ഇവിടെ ശ്രദ്ധിച്ചേ, ഈ ബി എന്ന് പറഞ്ഞ വര അല്ലെങ്കിൽ വശം ഏതിന് സമാന്തരമാണ്? ഡി എഫിന് സമാന്തരമാണ്. അതുപോലെ തന്നെ നോക്കിയേ, ഈ ഡി ബി എന്ന് പറഞ്ഞ വശം ഏതിന് സമാന്തരമാണ്? എഫ് ഇക്ക് സമാന്തരമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതെന്ത് പറയാം? ഈ ഡി എഫ് ഇ എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാ? അല്ലേ? സമാന്തരമായി കൂട്ടിമുട്ടുന്ന വശങ്ങളുടെ അളവ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അല്ലേ? സമാന്തരമായി കൂട്ടിമുട്ടുന്ന വശങ്ങളുടെ അളവ് എത്രയായിരിക്കും? സമാന്തരമായി കൂട്ടിമുട്ടുന്ന വശങ്ങളുടെ കോണളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ എന്ത് എഴുതാം? കോൺ ഡി എഫ് ഇ ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 90 ഡിഗ്രി. എന്തുകൊണ്ടാ? അല്ലേ? ഏതൊക്കെ? എഫ് ഇ പാരലൽ ടു ഡി ബി, ഇല്ലെങ്കിൽ എന്ത് പറയാം? ഡി ബി പാരലൽ ടു എഫ് ഇ എന്ന് പറയാം. അതുപോലെ തന്നെ ബി പാരലൽ ടു ഏതാ? ഡി എഫ് അല്ലേ? അതുകൊണ്ട് ഡി എഫ് ഇ ഈക്വൽ ടു 90 ഡിഗ്രി ആണെന്ന് പറയാം. നോക്കേ, therefore എന്ത് പറയാം നമുക്ക്? ഈ ചതുർഭുജം എന്താണ്? ഒരു ചതുരമാണ്. ഈ ചതുർഭുജം ഒരു ചതുരമാണ് അല്ലേ? ചതുരത്തിൻ്റെ എല്ലാ മൂലകളും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ചതുരത്തിൻ്റെ പരപ്പളവ് ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണ് അല്ലേ? പിന്നെ നോക്കിയേ, ത്രികോണം നോക്കിയേ, എ ബി സി എന്ന ത്രികോണം ഡി അല്ലേ? എഫ് ഇ ബി അല്ലെങ്കിൽ ബി എഫ് ഡി എങ്ങനെയും വേണമെങ്കിൽ പറയാം. ഈ ചതുരം ഈ ത്രികോണത്തിൻ്റെ അല്ലേ പരപ്പളവിൻ്റെ എത്ര ഭാഗമാണെന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പം നോക്ക്, നമുക്കറിയാം ഇതൊരു ചതുരം ആദ്യം തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചതുരത്തിനൊരു വികരണം വരച്ചു കൊടുക്കുക. ബിന്ന് എഫിലേക്ക് ഒരു വികരണം വരക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? രണ്ട് ചെറിയ ത്രികോണങ്ങൾ കിട്ടും അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര ത്രികോണമായി? 1 2 3 4. അതുപോലെ തന്നെ ഈ ചതുരത്തിനുള്ളിൽ 2 ത്രികോണം അല്ലേ? ടോട്ടൽ 4 ത്രികോണം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഈ വലിയ ത്രികോണത്തിൻ്റെ 4/2 ഭാഗമാണ്, അല്ലെങ്കിൽ ഈ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4/2 ഭാഗമാണ് ചതുരത്തിൻ്റെ പരപ്പളവ്. എന്തു പറയാം? ഈ വലിയ ത്രികോണത്തിൻ്റെ 4/2 ഭാഗമാണ് ഈ ചതുരത്തിൻ്റെ പരപ്പളവ് അല്ലേ? എഴുതിക്കൂടെ? എഴുതാം. എന്തെഴുതാം? നോക്കേ, ചതുരത്തിൻ്റെ അല്ലേ? ചതുരത്തിൻ്റെ പരപ്പളവ് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4/2 ഭാഗമാണ്. 4/2 ഭാഗമാണ്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എന്ത് എഴുതാം? 2/1 ഭാഗം അങ്ങനെയും എഴുതാം. മനസ്സിലായില്ലേ? 4/2 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ? 2/1 ഭാഗം. അപ്പോൾ ചതുരത്തിൻ്റെ പരപ്പളവ് എന്നത് വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിൻ്റെ 4/2 ഭാഗമാണ്, അല്ലെങ്കിൽ എന്ത് പറയാം? 2/1 ഭാഗം. മനസ്സിലായില്ലേ? ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും വീഡിയോസിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.